കുഞ്ഞാ, എന്താടാ, എന്തു പറ്റി? ധ്രുവിയുടെ അടുത്തേക്ക് വന്ന് ക്രിസ്റ്റി ടെൻഷനോടെ ചോദിച്ചു. എനിക്ക് വയറ്റിൽ ചെറുതായിട്ട് വേദന തോന്നി. ധ്രുവി വയറിൽ കൈകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മോളെ, വെച്ചുകൊണ്ടിരിക്കേണ്ട. ട്രീസയും ധ്രുവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞാൻറ്റി, പിന്നെ വേദനയൊന്നും തോന്നിയില്ല. കുറേ സമയമായില്ലേ മോളെ ഒരേ ഇരിപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട്? കുറച്ചു നേരം മോള് പോയി കിടന്നു, ലിസി ധ്രുവിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ധ്രുവി ഒരു കൈ വയറിൽ ചേർത്ത് പിടിച്ച് മറു കൈകൊണ്ട് ലിസിയുടെ ഒരു കൈയിൽ പിടിച്ച് പതിയെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. മുൻപോട്ട് 2 അടി വെച്ചതും പിടിച്ചു കെട്ടിയതുപോലെ ധ്രുവി അവിടെ നിന്ന് പോയി. ഇച്ചായ, വേദനിക്കുന്നു, ധ്രുവി ക്രിസ്റ്റിയെ നോക്കി ടെൻഷനോടെ പറഞ്ഞു. ക്രിസ്റ്റി, ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. കുരിയച്ചൻ പറഞ്ഞതും ജോൺ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്തു. ക്രിസ്റ്റിയും ട്രീസയുമാണ് ധ്രുവിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയത്. 7 മാസം കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അല്പം ടെൻഷനോടെയാണ് വീട്ടിലിരുന്നത്. ഡോക്ടറിൻ്റെ കൺസൾട്ടിംഗ് റൂമിന് പുറത്ത് ടെൻഷനോടെ നിൽക്കുവാണ് ക്രിസ്റ്റിയും ജോണും ട്രീസയും. ധ്രുവിയെ പരിശോധനയ്ക്ക് കയറ്റിയിരിക്കുവാണ്. ധ്രുവിത ലക്ഷ്മി, സിസ്റ്റർ പുറത്തേക്ക് വന്ന് വിളിച്ചതും ക്രിസ്റ്റിയും ട്രീസയും കൂടെ ഡോക്ടറെ കാണാൻ കയറി. ധ്രുവിയും ഒരു സിസ്റ്ററിനൊപ്പം അങ്ങോട്ട് വന്നു. ഇരിക്കടോ, ഡോക്ടർ പറഞ്ഞതും ക്രിസ്റ്റി ഒരു ചെയറിലേക്കിരുന്നു. 7 മാസം ആയില്ലേ, അതാണ് പെയിനുണ്ടെന്ന് പറഞ്ഞപ്പോൾ PV ചെയ്തത്. കുഴപ്പമൊന്നുമില്ല, 2 പേരുള്ളതല്ലേ ഉള്ളിൽ. ധ്രുവിതയ്ക്ക് അധികം പൊക്കവുമില്ലല്ലോ. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ലിഗമെൻ്റ് വലിയും, അതിൻ്റെ പെയിനാണ്. അതിന് ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ. ഇപ്പോഴുള്ള മെഡിസിൻ അതുപോലെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ക്രിസ്റ്റി വീട്ടിലും വിളിച്ചു കാര്യം പറഞ്ഞിരുന്നു. ഒരാഴ്ച കൂടെ കടന്നുപോയി. ധ്രുവിയിൽ അസ്വസ്ഥതകൾ കൂടി വന്നു. ഇപ്പോൾ എന്തിനും ഏതിനും വാശിയും ദേഷ്യവും സങ്കടവുമാണ്. ക്രിസ്റ്റി എസ്റ്റേറ്റിലേക്ക് പോലും പോകാതെ എപ്പോഴും ധ്രുവിയുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുരിയച്ചനും മാത്യൂസും വീണ്ടും എസ്റ്റേറ്റിൽ പോയി തുടങ്ങി. ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പാലമറ്റത്തിലേക്ക് വന്നതാണ് ത്രേസ്യാമ്മച്ചിയും കറിയാച്ചനും. നിങ്ങളിങ്ങനെ പരസ്പരം നോക്കിയിരിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ കറിയാച്ച, എന്തോ പറയാനായി മടിച്ചിരിക്കുന്നവരെ നോക്കി മാത്യൂസ് പറഞ്ഞു. അത് പിന്നെ, ഇപ്പോൾ ധ്രുവിക്ക് 7 മാസം ആയില്ലേ, ഞങ്ങൾ കുറച്ച് ദിവസം കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോട്ടെ, ത്രേസ്യാമ്മച്ചി അല്പം മടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവരുടെ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുവാണ്. അത് പിന്നെ, അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. ഞങ്ങൾ ഷെറിനെ പോലെ തന്നെയാണ് ധ്രുവിയെയും കണ്ടത്. കൊച്ചിൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ തന്നെ മരിച്ചതല്ലേ. അപ്പോൾ പിന്നെ ത്രേസ്യ ഇങ്ങനെ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ എനിക്കും അത് നല്ലതായി തോന്നി. അതാണ് ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് കരുതിയേ. ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ, എല്ലാവരുടെയും നോട്ടം കണ്ട് കറിയാച്ചൻ പറഞ്ഞു. ധ്രുവിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തനിക്ക് വേണ്ടി അങ്ങനെയൊന്ന് ചിന്തിക്കാൻ അവർക്ക് തോന്നിയല്ലോ എന്നായിരുന്നു ധ്രുവിയുടെ മനസ്സിൽ. നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പിന്നെ ക്രിസ്റ്റിയാണല്ലോ ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത്. കുരിയച്ചൻ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ക്രിസ്റ്റിയിലായിരുന്നു. ക്രിസ്റ്റി ധ്രുവിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അവളുടെ സന്തോഷം കണ്ടില്ലെന്ന് വയ്ക്കാൻ ക്രിസ്റ്റിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റി സമ്മതം പറഞ്ഞു. ക്രിസ്റ്റി ഇതിന് സമ്മതിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ധ്രുവിയെ വിട്ട് ഒരു ദിവസം പോലും ക്രിസ്റ്റി മാറി നിൽക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ക്രിസ്റ്റി സമ്മതിച്ചതും ഇന്ന് തന്നെ ധ്രുവിയെ കൊണ്ടുപോകാമെന്ന് കറിയാച്ചനും ത്രേസ്യാമ്മച്ചിയും തീരുമാനിച്ചു. ധ്രുവിക്ക് വേണ്ട അത്യാവശ്യം ഡ്രസ്സുകൾ ഒരു ബാഗിലേക്ക് എടുത്തു വയ്ക്കുന്ന ക്രിസ്റ്റിയെ ബെഡിലിരുന്ന് ചുണ്ടു കൂർപ്പിച്ച് നോക്കുവാണ് ധ്രുവി. എന്താ കുഞ്ഞ, എന്തിനാ ഈ ഉണ്ടക്കവളിങ്ങനെ വീർപ്പിച്ചു വെച്ചേക്കുന്നത്? ധ്രുവിയുടെ വീർത്ത കവളിൽ ചെറുതായി നുള്ളിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. ഇച്ചായനെന്തിനാ സമ്മതിച്ചേ? എനിക്ക് ഇച്ചായനെ കാണാതെ നിൽക്കാനൊന്നും പറ്റില്ല, ധ്രുവി അല്പം പരിഭവത്തോടെ ചോദിച്ചു. അതിപ്പോൾ അവരാദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞാ വേണ്ടെന്ന് പറയുന്നത്? അപ്പച്ചനും സമ്മതമായ സ്ഥിതിക്ക് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഷെറിനും ചിലപ്പോൾ വിഷമമായാലോ? അതുമല്ല, അവർ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനും സന്തോഷമായിരുന്നില്ലേ? ക്രിസ്റ്റി ധ്രുവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. സന്തോഷമൊക്കെയാണ്, പക്ഷേ ഇച്ഛായനില്ലാതെ ഞാൻ എങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കും? ധ്രുവി ചുണ്ടു പുലർത്തിക്കൊണ്ട് ചോദിച്ചു. അതാണോ കാര്യം? എൻ്റെ കുഞ്ഞിന് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും ഞാനങ്ങ് വരില്ലേ? ഇപ്പം എൻ്റെ കുഞ്ഞിൻ സന്തോഷത്തോടെ അവരോട് പോയിട്ട് വാ. ക്രിസ്റ്റി ധ്രുവിയെയും കൂട്ടി പുറത്തേക്ക് ചെന്നു. അധികം താമസിക്കാതെ തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ തന്നെ ധ്രുവി ക്രിസ്റ്റിയെ വിളിച്ചു പറഞ്ഞിരുന്നു. ക്രിസ്റ്റി, ദേ വന്ന് വല്ലതും കഴിച്ചേ. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. നീ കഴിച്ചിട്ട് വേണം എനിക്കിതൊക്കെ എടുത്ത് വയ്ക്കാൻ. ട്രീസ ഹാളിൽ തെക്ക് വടക്ക് നടക്കുന്ന ക്രിസ്റ്റിയോട് പറഞ്ഞു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ക്രിസ്റ്റി അല്പം കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും നടത്താൻ തുടങ്ങി. എൻ്റെ കർത്താവേ, ഈ ചെക്കന് ഇതെന്നാ പറ്റി?
കഴിക്കാൻ വിളിച്ചതിനാണോടാ ചെക്ക നീ ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ? ട്രീസ എളിയിൽ കൈ കുത്തിക്കൊണ്ട് ചോദിച്ചു. ക്രിസ്റ്റി ആ ചോദ്യം പോലും മൈൻഡ് ചെയ്തില്ല. ഈ ചെറുക്കനിത് എന്നാ പറ്റിയതാ? നേരം കുറേ ആയല്ലോ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ ഈ നടപ്പ് തുടങ്ങിയിട്ട്. ക്രിസ്റ്റിയെ നോക്കി താടിക്ക് കൈയും കൊടുത്ത് ലിസി ചോദിച്ചു. അമ്മച്ചിക്ക് അത് എന്നാന്ന് മനസ്സിലായില്ലേ? അവനവൻ്റെ പെൺപറന്നോത്തിയെ കാണാത്തതിൻ്റെ സങ്കടമാണ്. മിണ്ടാതെ അവിടെ ഇരുന്നോ മോനെ, ചവിട്ടിക്കൂട്ടി ഞാൻ വല്ല മൂലയ്ക്കും വെക്കും. ജോണിൻ്റെ കളിയാക്കൽ കേട്ട് ക്രിസ്റ്റി വിളിച്ചു പറഞ്ഞ ചീത്ത കേട്ട് എല്ലാവരുടെയും കണ്ണും വിഴിഞ്ഞു പോയി. ക്രിസ്റ്റി ആരെയും നോക്കാതെ വണ്ടിയുടെ കീയും എടുത്തുകൊണ്ട് പോയി. നിനക്ക് എന്നാത്തിൻ്റെ കേടടാ? ആ ചെക്കൻ ഒരു പക കഴിക്കുക കൂടി ചെയ്യാതെ ഈ പാതിരാത്രി ഇറങ്ങി പോയത് നോക്കിക്കേ. ലിസി ജോണിൻ്റെ കയ്യിൽ ചെറുതായി തല്ലിക്കൊണ്ട് പറഞ്ഞു. അമ്മച്ചിക്ക് എന്നാ? അവൻ്റെ സ്വഭാവം വെച്ച് ഈ പോക്ക് നേരെ മറ്റത്തിലോട്ടായിരിക്കും. ഇന്നവൻ കറിയാച്ചൻ്റെ മതിൽ ചാടിയിരിക്കും. ജോണൊന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. എന്നാ നീ കറിയാച്ചനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. അവരുറങ്ങിയെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടാകേണ്ട, ട്രീസ ജോണിനോട് പറഞ്ഞു. അതോർത്ത് കുഞ്ഞാൻ്റെ പേടിക്കണ്ട. ക്ലോക്കിൽ 12 അടിക്കാതെ ഇവിടെ അപ്പൻ ഉറങ്ങില്ല. കള്ളക്കളവൻ എൻ്റെ എത്ര മതിലിയാട്ടം മുടക്കിയതാ, ജോൺ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ധ്രുവി ആഹാരം കഴിക്കാൻ മടിച്ചിരുന്നത് കണ്ട് ത്രേസ്യാമച്ച് തന്നെ വാരിക്കൊടുത്തിരുന്നു. കിടന്നിട്ട് മുറക്കം വരാതെ ധ്രുവി കണ്ണും തുറന്ന് കിടക്കുവാണ്. ഒരാവേശത്തിനിറങ്ങി പുറപ്പെട്ടത്. ഇനി എന്നാ ചെയ്യും കർത്താവേ? അകത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്റ്റി ഓർത്തു. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി ക്രിസ്റ്റി ഉടുത്തിരുന്ന മുണ്ടും മടക്കി കുത്തി മതിൽ ചാടി. ഹാളിലെ തുറന്നിട്ട ജനൽ വഴി ആരോ മതിൽ ചാടുന്നത് കണ്ട് കറിയാച്ചൻ വാതിലും തുറന്ന് പുറത്തേക്കിറങ്ങി. മതിൽ ചാടി വന്ന ക്രിസ്റ്റി നേരെ വന്നു പെട്ടതും കറിയാച്ചൻ്റെ മുന്നിലാണ്. ഈ കിളവൻ ഉറക്കവും ഇല്ല കർത്താവേ. ക്രിസ്റ്റി കറിയാച്ചനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് ഓർത്തു.